ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാളുടെ ലക്ഷ്യം വേറെയാണ് സാർ. എന്ത് ലക്ഷ്യം? സാർ എങ്ങനെയെങ്കിലും ചൂടാവണം, നിയന്ത്രണം വിട്ട് അയാളെ തല്ലാൻ ഒരുങ്ങണം. അത് മീഡിയയിൽ വരണം. അയാള് മീഡിയസിനെ അറിയിച്ചിട്ടാ വരുന്നത്. എങ്കി വർമ്മ നിയന്ത്രണം പാലിക്കണം, കഴിവതും മിണ്ടാതിരിക്കുക. കഴിഞ്ഞതെല്ലാം ഒരു പാഠമാക്കിയെടുത്ത് തോൽപ്പിച്ചവരൊക്കെ നോക്കി ചിരിച്ച് നീ നിന്റെ കൊട്ടാരത്തിൽ വന്ന് ജീവിക്കണം. പരാജയപ്പെടുത്തിയവർ നിന്റെ വിജയം കണ്ട് നാണം കെടണം, അല്ലാതെ പേടിച്ചോടുകയല്ല വേണ്ടത്. ഓടുന്നവര് ഓടിക്കൊണ്ടേയിരിക്കും ജീവിതാവസാനം വരെ. നിക്ക് നമുക്കേ ഒരു സെൽഫി എടുക്കാം. ഓ, അമ്മ ചിരിക്കേ. അമ്മയും മോളും കൊച്ചുമോളും, 3 ജനറേഷൻ. ഇനി എന്റെ മോള് ഇവിടെ ഒന്നും താമസിക്കണ്ട, സൂര്യമംഗലത്ത് താമസിച്ചാ മതി. അമ്മയും മോളും കൊച്ചുമോളും പിന്നെ കൊച്ചുമകനായ രാജു. അച്ഛൻ വരും അമ്മ. അച്ഛന്റെ തെറ്റിദ്ധാരണകള് മാറും. അല്ലെങ്കിൽ ഞാനും രാജുവും കൂടി അത് മാറ്റും. എന്റെ അമ്മയും എന്റെ അച്ഛനും കൂടി ഒരുമിച്ച് ജീവിക്കും. അതൊന്നും നടക്കില്ല മോളെ. ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. രാജു, ഒരു മിനിറ്റ്. ഹലോ രാജു, എവിടാ? ഞാൻ അമ്മമ്മയോടൊപ്പം അമ്മയെ കാണാൻ വന്നിരിക്കുക, തിരുവല്ലത്ത്. അല്ല, ഒരു പ്രത്യേക കാര്യം പറയാനാ വിളിച്ചത്. എന്താ രാജു? വർമ്മ സാറിന് അന്നുണ്ടായ ആ ലോറി ആക്സിഡന്റിന് പിന്നില് ഒരു അനന്തം പിള്ളയാണെന്ന് ഞാനെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അയാളിപ്പോ വർമ്മ സാറിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്കൊരു രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയതാ. അയാള് വർമ്മ സാറിനോട് കോർക്കാനാ വരുന്നത്. ഋതിക, വർമ്മ സാറിന്റെ ഓഫീസിലേക്ക് ഒന്ന് വരുമോ? വരാ രാജു. അതെ, വേഗം വരണം. വേഗം വന്നേക്കാം. അമ്മമ്മേ, രാജു എന്നെ വിളിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. എവിടേക്കാ മോളെ? അത് ഞാൻ പിന്നെ പറയാം. ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം. അമ്മമ്മ കാറെടുത്തോ? അത് വേണ്ട, നീ ഓട്ടോയിലൊന്നും പോണ്ട. നീ നമ്മളെ കാറെടുത്തോ. കാർ എടുത്തോ മോളെ. അമ്മയെ ഞാൻ മറ്റൊരു കാറിൽ വിട്ടോളാം. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. അമ്മേ. പഴയ പാർട്ടി സെക്രട്ടറി അനന്തംപിള്ള തിരികെ വന്നതോടെ ആകെ കലുഷിതമായിരിക്കുക അന്തരീക്ഷം. പിന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാ നമ്മുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. പാർട്ടി അവരുടെ പിടിയിലാണ്. വർമ്മ കരുതലോടെ നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. എന്തായാലും ഇവനെയും ഇവൻ വിലക്കെടുത്ത് വാങ്ങിയിരിക്കുന്നവരുടെയും കൽപ്പനകൾക്ക് കാത്തു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളില്ലേ, ആദർശങ്ങളില്ലേ? അനന്തം പിള്ളയ്ക്കും കൂട്ടർക്കും അഴിമതി നടത്തി കാശുണ്ടാക്കാനുള്ളതല്ല ഈ പ്രസ്ഥാനം. എല്ലാ കാലത്തും ഇതുപോലുള്ള പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടിട്ടില്ലേ പ്രതാപവർമ്മേ? നിങ്ങളൊന്ന് ഉറച്ചു നിന്നാ മതി, ഏതു കൊടുങ്കാറ്റും മാറിപ്പോക്കോളും. ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നേ. ഗോപിയേട്ട എന്നോടൊപ്പം ഉണ്ടായാ മതി. ഞാൻ എന്നും എക്കാലത്തും നിങ്ങളോടൊപ്പമല്ലേ, അതിനെന്താ സംശയം? സാർ, ആനന്ദംപിള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്കൊരു റിപ്പോർട്ട് കിട്ടി. വരട്ടെ, അതിനെന്താ? അതല്ല സാർ, അയാളായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട.
അയാൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കി അത് മീഡിയക്കാരെ കാണിക്കാനാ വരുന്നത്. അയാൾ ഇറിറ്റേറ്റ് ചെയ്തൊക്കെ സംസാരിക്കും. സാറ് കഴിവതും പ്രകോപിതനാവരുത്. അയാളുടെ ലക്ഷ്യം വേറെയാണ് സാർ. എന്ത് ലക്ഷ്യം? സാർ എങ്ങനെയെങ്കിലും ചൂടാവണം. നിയന്ത്രണം വിട്ട് അയാളെ തല്ലാൻ ഒരുങ്ങണം. അത് മീഡിയയിൽ വരണം. അയാള് മീഡിയസിനെ അറിയിച്ചിട്ടാ വരുന്നത്. എങ്കി വർമ്മ നിയന്ത്രണം പാലിക്കണം. കഴിവതും മിണ്ടാതിരിക്കുക. അങ്ങോട്ട് കയറിയ യൗമാരോട് വളരെ മാന്യമായി സംസാരിക്കണം. വീഡിയോ എടുക്കേണ്ടതാണ്. ഓ നമസ്കാരം നമസ്കാരം നമസ്കാരം. സുഖമല്ലേ? എന്തൊക്കെയുണ്ട്? ഈ അനന്തപിള്ളേ നിങ്ങളൊക്കെ മറന്നുപോയോ? എന്താ രാധാകൃഷ്ണ? അതെന്ത് ചോദ്യം സാറേ? അനന്തപിള്ള സാറിനെ ഞങ്ങൾ അങ്ങനെ മറക്കുവോ? ഞങ്ങളുടെ നേതാവല്ലേ അനന്ത സാറ്, അങ്ങനെ മറക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ നേതാവൊന്നും അല്ലേ. നേതാവാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത്? സാറ് പണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നില്ലേ? അതന്ന്. ഇന്ന് ഞാന് എളിയൊരു പ്രവർത്തകൻ മാത്രം. വളരെ താഴേക്കടയിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങാനാ എനിക്കിഷ്ടം. സാർ തിരികെ വന്നത് പാർട്ടിയിൽ സജീവമാകാനും ഉന്നത സ്ഥാനത്തേക്ക് എത്താനുമാണെന്നാ ഞങ്ങള് കരുതിയത്. മണികണ്ഠ, പാർട്ടി നമ്മുടെ ജീവാത്മാവല്ലേ. എനിക്കെന്റെ ജീവശ്വാസം പോലെ വലുതാണ് എന്റെ പ്രത്യയശാസ്ത്രം. എന്നുവെച്ച് ഞാൻ അതിൽ സജീവമാകുന്നത് MLA-യോ മന്ത്രിയോ ഒന്നും ആവാനല്ല. എനിക്ക് സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട. എവിടെയെങ്കിലും പ്രവർത്തിക്കണം. ബ്രാഞ്ചിൽ നിന്നായ എന്താ കുഴപ്പം? ഇപ്പൊ വർമ്മ സാറിനെ കാണാൻ വന്നതാണോ? അദ്ദേഹം നമ്മുടെ നേതാവും ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ അല്ലേ. കാണാൻ അനുവാദം തന്നിട്ടുണ്ട്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. അപ്പോ തിരികെ വരുമ്പോ എല്ലാരും കാണണേ. നവാ മണിക്കൂട്ട. എന്തൊരു എളിമയല്ലേ സാറിന്? എളിമയോ? ഇവൻ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായല്ലേ. ഇതൊക്കെ ഇവന്റെ ഒരു അഭിനയമല്ലേ? അകലേ നോവിനാലേ